ഹലോ വെൽക്കം ടു ഡേ 3 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. നമ്മള് ഡേ 2 കഴിഞ്ഞിട്ട് ഡേ 3 ഇടാൻ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റക്ക് ആയി പോയതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ യോർക്ക്ഷയർ ടെറിയറിന്റെ ഒരു പപ്പിയാണ്. ഇവര് സ്വദേശം ബ്രിട്ടീഷ് യോർക്ക്ഷയർ ആണ് സ്ഥലം. അതുകൊണ്ടാണ് ഈ യോർക്ക്ഷയർ ടെറിയർ എന്നുള്ള പേര് വന്നത്. ആൻഡ് ഇത് പപ്പീനെ ഈ സൈസിൽ കണ്ടാലും നമുക്ക് അഡൽട്ടും ഇതിന്റെ കുറച്ചുകൂടി വലുതാവത്തേ ഉള്ളൂ. മാക്സിമം ഒരു 3.5 kg ഒക്കെ നമുക്ക് ഇവർക്ക് വെയിറ്റ് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ടോയ് സൈസ് ബ്രീഡാണ്. ലോങ് കോട്ടാണ്, വളരെ സിൽക്കി ആയിട്ടുള്ള കോട്ടാണ്. അപ്പം ലോങ് കോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൂമിങ് കെയർ ഉള്ള ഒരു ബ്രീഡാണ്. നമ്മൾ ദിവസവും കോംബ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ടാങ്കിൾസ് വരാനും ജട വീഴാനൊക്കെ സാധ്യതയുണ്ട്. ആൻഡ് ഇവരൊരു അപ്പാർട്ട്മെന്റ് ഫ്രണ്ട്ലി ഡോഗാണ്. നമുക്ക് വലിയ ഡോഗ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ഥലമോ സൗകര്യമോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് ഇവര്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു 12 to 15 years ഉണ്ടാവും. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റും കൂടിയാണ്. ഇവര് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ലോയലും ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ആൻഡ് ഓണേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ബോണ്ടിങ് ഒക്കെ വരും. നമുക്ക് ഇപ്പൊ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഇത് സെപ്പറേഷൻ ആങ്സൈറ്റിയോ ഡിപ്രഷൻ അങ്ങനത്തെ സ്റ്റേജിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇവരിങ്ങനെ ഇത്തിരി കുഞ്ഞുമരായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യണ്ട. നല്ല സൗണ്ടാണ്, നല്ല കുറയൊക്കെ ഉണ്ടാവും. വീട്ടില് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നവർക്ക് ഇച്ചിരി ഒച്ചയും ബഹളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രീഡാണ് നമ്മുടെ യോക്കി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യോക്കിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.